അടുത്തൊരാഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവിക കൃപ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. സ്വന്നെ മോനെ അവിടെ കയറിയിരുന്നാട്ടെ. ഇനി ഒരു അരമണിക്കൂർ ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല. ജോഷുവായി കസേരയിൽ തന്നെ ഇരുന്നോണം. ദൈവവചനം പറയുമ്പോൾ അല്ലെങ്കിൽ ആരും അലക്ഷ്യമായിരിക്കരുത്. കുഞ്ഞുങ്ങളെല്ലാവരും ശാന്തമായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാനായിരിക്കും. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന അതിനെ ദൈവദാസൻ കുടുംബം, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവവിശ്വാസിയും സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങളിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കട്ടെ. പ്രാരംഭത്തിന് അല്പനേരം സാക്ഷിവാചകം പറഞ്ഞ എൻ്റെ അമ്മയുടെ സഹോദരിയാണ്. ഏകദേശം 81 വയസ്സുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അല്പസമയം അല്ലെങ്കിൽ സ്തോത്രം കൊടുത്തതിന് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു വെളിപ്പാട് ഏകദേശം മുഴുവനായി പഠിച്ചൊരു മാതാവാണ്. അല്ലെങ്കിൽ സ്തോത്രം 4ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല ആള്. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ദൈവവചനത്തുള്ള എനിക്ക് തോന്നുന്നു ഒരു വചനം പഠിക്കാൻ തന്നെ ഒത്തിരി നാളുകൾ പിടിക്കും. എങ്കിലും പ്രിയപ്പെട്ടവരുടെ നാളുകൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ഒരു ഭാഗ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവിന് വേണ്ടി ഈ പ്രായത്തിലും കർത്താവിന് വേണ്ടി നിലനിൽക്കുകയും ട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയും ഹോസ്പിറ്റലിൽ പോയി ദൈവവചനം പ്രസംഗിക്കുകയും വിവിധമായ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടൊരു മാതാവാണ്. ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നും എല്ലാവരും പ്രിയപ്പെട്ട മാതാവിനെ ഓർത്ത് പ്രാർത്ഥന ഓർക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും സഹായിക്കുമാറാകട്ടെ. അല്പം ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം മറുശബ്ദം ഉയർത്തി വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം. മൈക്കിലും കൂടെ ഒന്ന് വായിക്കാൻ പറ്റുമോ? Praise the Lord. Hallelujah. വായിക്കാം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നാം കേൾക്കുവാനിടയായി തീർന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മൾ തുടർച്ചയായി നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ഏദേൻ തോട്ടം എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. നമുക്കറിയാം, വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ഭവനം, നമ്മുടെ സഭകൾ, ഇതൊക്കെ ഒരു ഏദേൻ തോട്ടമാകുവാൻ സ്വർഗ്ഗദൈവം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഏദേൻ തോട്ടത്തിനകത്തുള്ള ചില അനുഭവങ്ങൾ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഏദേൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു ആദാം എന്ന് പറയുന്ന ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം അത് പഠിപ്പിക്കുന്നു. എന്നാൽ പാപം ചെയ്ത ശേഷം ദൈവം തനിക്ക് നൽകിയ തേജസ്സും മഹത്വവും നഷ്ടപ്പെട്ട് ആ തോട്ടത്തിൽ നിന്ന് പുറത്തു പോയൊരു അനുഭവമാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുവാനിടയിൽ. അങ്ങനെയാണെങ്കിൽ
ഒരു ഏതേൻ തോട്ടത്തിനകത്ത് നാം ആയിരിക്കുമെങ്കിൽ നാം ദൈവത്തിന്റെ പുത്രന്മാരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ദൈവപുത്രന്മാരെന്നാണ്, ദൈവപുത്രൻ എന്നല്ല. ഈ വേദപുസ്തകത്തെ, ഈ വചനത്തെ കർത്താവ് യേശുക്രിസ്തുവുമായി താരതമ്യപ്പെടുത്തുന്ന അനേകം ഭാഗങ്ങൾ കാണുവാൻ. എന്നാൽ ഇത് യേശുവിനെ പറ്റി പറയുന്ന ഭാഗമല്ല. യേശു കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്ന ഭാഗമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ലോകത്തിലെ സൃഷ്ടികളെല്ലാം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? വെളിപ്പാട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ജനമാണ് ലോക ജനത എന്ന് പറയുന്നത്. ലോകത്തിൽ നമുക്കറിയാം, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ യേശുവിനെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ലോകത്തിലുള്ള സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. നമുക്കറിയാം, അല്ലയോ സ്തോത്രം, ദൈവപുത്രൻ എന്ന പദം വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഏകദേശം 5 ഭാഗത്താണ് ദൈവപുത്രന്മാരെ പറ്റി ഈ പദം ഉപയോഗിച്ച് അതെ ദൈവ വചനപ്രകാരം സ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യം ദയവായി വായിക്കും. ദയവായിട്ട് നമ്മുടെ മൈക്കിലും കൂടെ വായിക്കും, ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വാക്യം. കയീനാൽ ഏനാശിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ഇവിടെ പറയുന്നു, ഒന്നാമതായി ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഏതേൻ തോട്ടത്തിനകത്ത് ദൈവമാക്കി വെച്ച ആദാം ദൈവത്തിന്റെ മകനായിരുന്നു വ്യക്തമായിട്ട് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമതായി വേദപുസ്തകം ദൈവപുത്രൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന ആദാമിനെ പറ്റിയാണ്. രണ്ടാമത് വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. വേറൊരാള് മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം കൂടെ വായിക്കണേ. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഇത് നമ്മള് പൊതുവായിട്ട് ഇത് ആഴമായി പഠിക്കേണ്ട വിഷയമാണ്. ഇതിനെപ്പറ്റി പല വിമർശനങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ പഠിതാക്കളുടെ പലവിധമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനകത്ത് പറയുന്ന ഭാഗം പലരും പറയുന്നത് ദൂതന്മാരെന്നാണ് ചിലർ പറയുന്നു. വെട്ടേച്ച് ഈ ഭൂമിയിൽ വീണ ദൂതന്മാരാണെന്ന്. ഇവിടെ അങ്ങനെയൊന്നും അല്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യപുത്രന്മാരിനിടയിലുള്ള ദൈവപുത്രന്മാർ. എന്താണ് എൻ്റെ സാഹചര്യം? ഇത് ഒരു പക്ഷേ പുതുതായി കേൾക്കുന്ന ദൈവജനങ്ങൾ പറയുന്നു, നമ്മൾ വേദപുസ്തകം ഞാൻ ദൈവകൃപ അനേകം വർഷങ്ങൾ പഠിച്ചു, അതിനകത്തുനിന്നുള്ള അനേകം ഭാഗങ്ങൾ ഞാൻ അതിനെ ഡീറ്റെയിൽ ആയി പഠിപ്പിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. പലരുടെ അഭിപ്രായങ്ങളാണ്. അതിലൊരു അഭിപ്രായം എന്ന് പറയുന്നത്, ദൈവം തമ്പുരാൻ ആദാമിനെ ഹൗവയും മാത്രമല്ല സൃഷ്ടിച്ചത്. ദൈവം പിന്നെയും മനുഷ്യ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിന് തെളിവില്ല, പക്ഷെ എങ്കിൽ തന്നെയും ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ അങ്ങനെയുള്ള അനേകം ദൈവപുത്രന്മാരുണ്ടായി എന്ന് വേദപുസ്തകം വ്യക്തമായി കാണുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം, ചിലർ തന്നെ ചോദിക്കുന്നുണ്ട്, ആദാമിന് ഹൗവയ്ക്ക് ശേഷം മക്കളിലൂടെ ഉണ്ടായ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പലരും പലവിധമാകുന്ന വിമർശനങ്ങൾ. എന്നാൽ വേദപുസ്തകത്തിനകത്ത് ഉൾപ്പെടാത്ത പല കാര്യങ്ങൾ ചരിത്രത്തിനകത്തുണ്ട്. കാരണം ആവശ്യമേറിയ കാര്യങ്ങൾ മാത്രമേ വേദപുസ്തകം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വേദപുസ്തക പഠിതാവെന്നുള്ള ഞാൻ പറയുന്നു, ദൈവം തമ്പുരാൻ ആദാം ഹൗവയെ മാത്രമല്ല സൃഷ്ടിച്ചത്, അനേകം ദൈവ മക്കളെ, ദൈവപുത്രന്മാരെ ദൈവം സൃഷ്ടിച്ചിരുന്നു. അതിൽ ദൈവം സൃഷ്ടിച്ച ദൈവപുത്രന്മാരാണ് ഇവിടെ, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ പറയുന്നു ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി എന്ത് ചെയ്തു? അവർ ഒരുമിക്കുവാനിടയായി തീർന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത് ദൈവപുത്രന്മാരെന്ന് പറഞ്ഞ് ദൈവം തന്റെ സ്വന്തം സൃഷ്ടിയിൽ സാദൃശ്യത്തിലും സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട രണ്ടാമത്തെ ദൈവപുത്രന്മാർ. അതിന് തന്നെ നമുക്കറിയാം, ചിലർ പറയുന്നു ദൂതന്മാരാണെന്നോ. ദൂതന്മാർക്ക് ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യനുമായി ചേരാൻ പറ്റത്തില്ല. നമുക്കത് വായിച്ചു നോക്കാം.
മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം. മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം. വിവാഹം കഴിക്കയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. ഇവിടെ പറയുന്നു സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകുന്നു. അവർക്ക് വികാരങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല ദൂതന്മാർക്ക്. മനുഷ്യർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ ദൈവപുത്രന്മാരും ഏതാണ് ദൈവത്തിന്റെ കരസൃഷ്ടിയിൽ ഉണ്ടാക്കിയ ദൂതന്മാരായിരുന്നു, ദൈവത്തിന്റെ ദൈവ മനുഷ്യരായിരുന്നു. മൂന്നാമത്തെ വാക്യം നമ്മൾ മൂന്നാമതായി പഠിക്കുന്നത് ദൈവപുത്രൻ എന്നുള്ള പദം. ഞാൻ ഇതിനെപ്പറ്റി ആഴമായി പഠിക്കുന്നതിന് കാരണം ദൈവപുത്രന്മാരുടെ ആഴമായ ചിന്തയിലേക്ക് ദൈവജനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ബേസായി ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ഇവിടെ ഇയ്യോബിനെ പരീക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന വ്യക്തിത്വങ്ങളിൽ ഇവിടെയും പറയും ദൈവപുത്രന്മാർ അവിടെ പോയി. ഇവിടെ ദൂതന്മാരെ പറ്റിയല്ല. ഞാൻ പറഞ്ഞില്ലേ, വചനം പഠിക്കുമ്പോൾ അതിനെപ്പറ്റി ആഴമായി പഠിക്കുമ്പോൾ ഈ ദൈവപുത്രന്മാരെ പറ്റി അനുമാനിക്കുന്ന അനുമാനം മാത്രമാണ്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ചില അനുമാനം എന്ന് പറയുന്നത് ഈ ഭൂമി ജീവിച്ചിരുന്ന അനേകം വ്യക്തികൾ, നമ്മുടെ വേദപുസ്തകത്തിന് മാത്രമാണ് ഏലിയാവ് മാത്രമാണ് ഉടലോടെ സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. ഇതുപോലെ അനേകം വ്യക്തികൾ ദൈവം എടുക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള മനുഷ്യപുത്രന്മാർ ഒരുപാട് പേർ ജീവനോടെ ദൈവസന്നിധിയിലായിരുന്നു എന്ന് വ്യക്തമായി വേദപുസ്തകത്തിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, യേശുവിന്റെ ഈ ഭൂമിയിലുള്ള ജീവകാലം, അതായത് യേശുവിന്റെ കാലസമയത്ത് യേശുവുമായിട്ട് മറുരൂപ മലയിൽ നമുക്കറിയാം, അവിടെയും അതേ ഹല്ലേലൂയ സ്തോത്രം, അവരുമായി ചില സംഭാഷണങ്ങൾ കാണുന്നു. ഏലിയാവും മോശെ അവിടെ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുന്നു. ഇതൊക്കെ ആ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ പഠിതാക്കൾ പറയുന്നു ഈ ദൈവപുത്രന്മാരും എന്താണ് ദൈവസന്നിധിയിൽ മരിക്കാത്ത ദൈവത്തിനു വേണ്ടി ജീവനോടെ എടുക്കപ്പെട്ട വിശുദ്ധന്മാരെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അവസാനമായിട്ട് നമ്മൾ ദൈവപുത്രനെ പറ്റി പറയുന്നൊരു ഭാഗം നമുക്ക് വളരെ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 34-ാമത്തെ വാക്യം കൂടെ. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷി പറയുകയും ചെയ്തിരിക്കുന്നു. അതിവിടെ കാണുക, ഇവിടെയും ദൈവപുത്രനെ പറ്റി യേശു കർത്താവിന്റെ ദൈവപുത്രൻ എന്ന് 4-ാമത്തെ ഭാഗം ഇവിടെ വെളിപ്പെടുത്താൻ കാണുക. എന്നാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം വേദപുസ്തകസ്ഥ അടിസ്ഥാനത്തിൽ അന്തർലീനമായിരിക്കുന്ന ദൈവപുത്രന്മാരെ പറ്റിയാണ്. എന്നാൽ നമുക്ക് പറയുവാനും പഠിക്കുവാനും പഠിപ്പിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് ഈ ദൈവപുത്രന്മാർ എന്ന് പറയുന്ന ദൈവം കൊടുത്തൊരു പദവിയാണ്. ദൈവപുത്രൻ എന്ന് പറയുന്നത് അത് സാധാരണ ജനങ്ങൾക്ക് ലഭ്യമല്ല, പക്ഷേ ദൈവത്താൽ അത് ലഭ്യമാകുവാനിടയായി തീരും. ദൈവപുത്രൻ എന്ന് യേശു കർത്താവിന് ദൈവം തമ്പുരാൻ കൊടുത്തൊരു പേരാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത്. ദൈവം മനുഷ്യർക്ക് സ്പെഷ്യലായി കൊടുത്തൊരു ദാനമാണ് ദൈവപുത്രൻ എന്ന പേരെന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേക നന്മകൾ വ്യത്യസ്തമായ മുതലാളിമാരിൽ നിന്നും പണക്കാരിൽ ലഭ്യമാകാറുണ്ട്. എന്നാൽ അതുപോലെയല്ല സ്വന്തം മക്കൾ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വന്തം മക്കളും അന്യരുടേതായ മക്കളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചീഫ് മിനിസ്റ്ററിനോട് നമുക്കൊരു വിഷയം പറയണമെങ്കിൽ, ഞാൻ പ്രാർത്ഥനയെ പറ്റി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു വിഷയം ചീഫ് മിനിസ്റ്ററിനോട് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിക്വസ്റ്റ് ചെയ്യണം, അപേക്ഷിക്കണം. പക്ഷേ ചീഫ് മിനിസ്റ്ററുടെ മകനോ മകൾക്കോ അങ്ങനെ റിക്വസ്റ്റ് അടിക്കണമോ? വേണ്ട, കാര്യം ചെന്ന് പറഞ്ഞാൽ മതി. ഇതാണ് നാമും ദൈവവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. പിന്നെ ദൈവമക്കൾ ഇന്ന് പകൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോളം ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെ ഓരോരുത്തരും ദൈവപുത്രന്മാരാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തെളിവുണ്ടോ? നമ്മൾ വായിച്ചു നോക്കാം. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മതി. ഇവിടെ
ഇത്രയും അധികം പദവി നൽകപ്പെട്ട യേശു കർത്താവിന് പോലും സ്വർഗത്തിൽ ദൈവം വിളിച്ചപ്പെട്ട ആ പേർ ഇവിടെ ദൈവ മക്കൾക്ക് ദൈവം അവകാശം കൊടുക്കുകയാണ്. ഇവിടെ പറയുന്നു, എന്നാ ഒന്നുകൂടെ വായിക്കാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ ദൈവജനമേ, ദൈവസഭയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു പ്രമേയം എന്നാണെന്നറിയാമോ? നാം ഓരോരുത്തരും ദൈവത്തിന്റെ അഗതികളല്ല, ദൈവത്തിന്റെ ഫ്രണ്ട്സ് അല്ല, ദൈവത്തിന്റെ ആരാണ്? മക്കളാണ്. മക്കളാണെങ്കിൽ ഡയറക്റ്റായി ചെന്ന് കാര്യങ്ങളെ സംസാരിക്കാം. ഇന്ന് ലോകം മുഴുവൻ ഒരു കൂട്ടം ദൈവദാസന്മാരെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യാചിക്കുവാനും പലരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എനിക്ക് വേണ്ടി ഇന്ന വിഷയം പ്രാർത്ഥിക്കാൻ നല്ല കാര്യമാണ്. ദൈവദാസന്മാർ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജാഗരിക്കണം, ശരിയാണ്. പക്ഷേ ദൈവാത്മാവ് വചനത്തിലൂടെ ഈ ദൈവാത്മാവ് എനിക്ക് നൽകിയ ആലോചന എന്നറിയാം. സഭയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയും, നമ്മെ ഓരോരുത്തരെയും ദൈവം ഇടയിൽ ഒരു മധ്യസ്ഥനില്ലാതെ യേശു കർത്താവിന്റെ കാൽവരി ഇരുമുകൾ ഇരു കള്ളന്മാരുടെ മധ്യത്തിൽ മൂന്നാണിമേൽ തകർക്കപ്പെട്ട് യേശു കർത്താവിന്റെ മരണസമയം സംഭവിച്ച കാര്യം എന്നറിയാമോ? പഴയ നിയമത്തെയും പുതിയ നിയമം എന്നതായ നടിച്ചുവനെ എടുത്തുമാറ്റി സകലർക്കും പ്രവേശിക്കുവാൻ പറ്റിയതായ ഒരു സ്ഥാനം കർത്താവ് നമുക്ക് നൽകി. ഡയറക്റ്റായി പറയുവാൻ ദൈവം നമുക്ക് അവകാശം നൽകി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയങ്ങളൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പറഞ്ഞ് ഡയറക്റ്റായി പറയണം. രണ്ട് കാര്യം സൂക്ഷിക്കുക. ഒന്ന്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കയറണം. രണ്ട്, നമ്മളതിൽ പ്രാഗൽഭ്യത്തോടുകൂടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കണം. ഇന്ന് ദൈവദാസന്മാരുടെ കരങ്ങളിൽ നമ്മൾ പല പ്രാർത്ഥനാ വിഷയം പിന്നെയും പിന്നെയും പോയാൽ സംഭവിക്കുന്ന കാരണം എന്നാണെന്ന് അറിയാമോ? ആ ദൈവദാസൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ പലരും തെറ്റിപ്പോകും. പലരും ചോദ്യചിഹ്നം, ഞാൻ എന്ത് ചെയ്യും? ഇന്ന് ലോകത്തിൽ അനേകം പേർ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ദൈവദാസന്മാരെ പിൻപറ്റിക്കൊണ്ട് ദൈവദാസന്മാരുടെ വാക്യങ്ങളെല്ലാം ദൈവവാക്യം പോലെ നിന്ന് പലരും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നു, ഒരു ചോദ്യചിഹ്നത്തിന്റെ മുൻപിലും തകർക്കപ്പെടാത്ത ഒരു വിശ്വാസം ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്, നമ്മെ ഓരോരുത്തരെയും എന്റെ ദൈവം നമ്മെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുക. എന്തായിട്ടാ? ദൈവത്തിന്റെ മക്കളായിട്ടാ. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ പലരും മധ്യസ്ഥന്മാരുണ്ട്. മരിച്ചുപോയ വിശുദ്ധന്മാരെ പോലും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥന്മാരുണ്ട്. മറിയാമ്മ, യോസഫും പലരുമുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, എന്റെ ദൈവം ഡയറക്റ്റായി നിങ്ങൾക്കൊരു വിഷയം ഷെയർ ചെയ്യുവാൻ. ഇന്ന് പകൽ ദൈവദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാഗൽഭ്യത്തോടെ നിന്ന് നമ്മുടെ വിഷയങ്ങൾ ദൈവസേന അപ്പാ ഇന്ന വിഷയമാണ് ദൈവത്തോട് പറഞ്ഞാൽ അത് കേൾക്കുവാൻ സന്നദ്ധതയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഒരു മധ്യസ്ഥൻ? ദൈവസഭ തിരിച്ചറിയണം. നമ്മൾ ഓരോ ദൈവജനം പറയുന്നു, അവന്റെ വചനത്തെ കൈക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഏതു മനുഷ്യനും ദൈവം മക്കളാകുവാൻ അവകാശം കൊടുത്തു. വിശ്വസിക്കണം. എന്റെ വിഷയങ്ങൾ ദൈവദാസന്മാരുടെ കരങ്ങൾ കൊടുക്കുന്നതിനപ്പുറമായി, കർത്താവേ, ഞാൻ എന്റെ പ്രാർത്ഥന റൂമിനകത്തിരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിച്ചാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ശബ്ദം കേൾക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. പൂർണ്ണ പ്രാഗൽഭ്യം നേടണം. ഇവിടെ വിഷയം എന്നാന്നറിയാമോ? നമ്മൾ പലപ്പോഴും മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുന്നത് പോലെ അപേക്ഷിക്കുന്ന കാരണം എന്നാന്നറിയാമോ? ഡയറക്റ്റ് കണക്ഷൻ കിട്ടാത്തതുകൊണ്ടാ. സ്വോത്രം. പിന്നെ എന്തിനാ ദൈവദാസൻ? ഞാൻ പറയുന്നു, ദൈവദാസന്മാർ ഒരാത്മീക പിതാവായിരിക്കണം. നിങ്ങൾക്ക് സ്തുതിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്, നിങ്ങൾക്ക് സ്തുതിക്കുവാൻ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ദൈവദാസനെ വിളിക്കണം, ദൈവദാസൻ എനിക്ക് സാഹചര്യം പറ്റുന്നില്ല. ചില വിഷയങ്ങളോട് ചിലപ്പോൾ ഒരു പക്ഷേ പാപത്തോട് വിമോചനം പ്രാപിക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടെങ്കിൽ ദൈവദാസന്മാരോട്, നല്ല യോഗ്യരായിട്ടുള്ള പ്രാഗൽഭ്യമുള്ളതായ ദൈവദാസനെ ഷെയർ ചെയ്യാം. ഒരാത്മീക പിതാവായിരിക്കണം ദൈവദാസന്മാർ. പക്ഷെ നമ്മുടെ ബന്ധം ദൈവദാസൻ വഴിയാകരുത്.
ദൈവവചനം പറയുന്നു, അവന്റെ നാമത്തെ കൈക്കൊള്ളുന്ന ഏതു വ്യക്തിയും അവൻ ദൈവ മക്കളാകുവാൻ അവകാശം കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോണം. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും നാം പറയണം, കർത്താവേ, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം എൻ്റെ അപ്പനും മകനുമായിട്ടുള്ള ബന്ധം പോലെയാണെങ്കിൽ, കഴിഞ്ഞ നാളുകൾ പലപ്പോഴും ദൈവസന്നിധി ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ അനുഭവമാണെങ്കിൽ, ഒന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ സാഹചര്യമാണെങ്കിൽ, എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ എൻ്റെ ജീവിത നിലവാരങ്ങൾ കൊണ്ടോ അപ്പാ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഡയറക്റ്റായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് എനിക്ക് അങ്ങനെ ഒന്ന് ആകണം. എന്തെങ്കിലുമൊക്കെ വചനം കേട്ടിട്ട് പോകരുത്. സ്തോത്രം, 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 സ്തോത്രം. ദൈവജനം അങ്ങനെ ആകരുത്. ദൈവദാസന്മാരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ, ആ ദൈവദാസൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പലതും ചോദ്യചിഹ്നമായി നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് ലോകത്തിൽ ആരെങ്കിലും ഈ സൂമിലൂടെയോ യൂട്യൂബിലൂടെ ദൈവം നൽകുന്ന ആർക്കെങ്കിലും ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവാത്മാവ് താങ്കളോട് പറയുന്ന ഒറ്റ കാര്യം, താങ്കളെ വിളിച്ചത് ദൈവദാസനല്ല, താങ്കളെ വിളിച്ചത് തനിക്ക് നോക്കുവാൻ, താങ്കൾക്ക് നോക്കുവാൻ ഒരേ ഒരു മോഡൽ ഉണ്ടെങ്കിൽ, ഒരേ ഒരു ഇടമുണ്ടെങ്കിൽ, ഒരിക്കലും മാറാത്തൊരു ഇടമുണ്ടെങ്കിൽ, എൻ്റെ യേശുവിൻ്റെ ക്രൂശ് അല്ലാതെ, എൻ്റെ യേശുവിൻ്റെ മുഖമല്ലാതെ അവങ്കലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു ഇടമുണ്ടെങ്കിൽ, എൻ്റെ യേശുവിൻ്റെ ഇടമല്ല ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമക്കളുടെ പ്രത്യേകത എന്നറിയാമോ? നല്ല യോഗ്യതയുള്ള അപ്പന്റെ കരങ്ങൾ നിൽക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ, ആ കുഞ്ഞിന് എന്ത് കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ അപ്പൻ അറിയാൻ സംഭവിക്കുന്നില്ല എന്നുള്ള ബോധ്യത കുഞ്ഞുങ്ങൾക്കുള്ളതുപോലെ നമുക്കും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുന്നു, നമ്മെ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മെ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവ മക്കളായി ദൈവം എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഇനി ദൈവപുത്രന്മാർ ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം? അങ്ങനെ നമുക്ക് പറയുവാൻ ഒരുപാട് വചനങ്ങളുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഏറ്റവും നല്ല റിയൽ മോഡൽ കർത്താവ് തന്നെയാണ് നമ്മുടെ മോഡൽ. ഹല്ലേലൂയ. യേശുവേ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. യേശുവെ പോലെ ജീവിക്കുവാൻ നാം സന്നദ്ധരാകണം. യേശുവാണ് റിയൽ മോഡൽ. നമുക്ക് നൽകാൻ പറ്റുന്ന ഈ ലോകത്തിൽ ഒരു വ്യക്തിയുമില്ല. പക്ഷേ ഓരോ വ്യക്തികളും മോഡലാകും ദൈവം ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അമ്മാച്ചത്തോട് പറഞ്ഞിട്ട് ഇന്ന ആളെ കണ്ട് പഠിക്കണമെന്ന് പറയുന്നു. മാതാവ് എന്നെ കണ്ട് പഠിക്കണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം പറയുന്നു, വ്യക്തമായി പറയുന്നു, യേശുവെ പോലെ നമ്മളാകണം. കർത്താവിന്റെ തലയോളം വളരാനാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞേ. എന്റെ അർത്ഥം എന്തെന്നറിയാമോ? യേശു ഭൂമിയിൽ ജീവിച്ച ദൈവപുത്രനായിട്ടാണെങ്കിലും മനുഷ്യപുത്രനായിട്ടും കൂടെ 100% ജീവിച്ചേ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നമുക്ക് പങ്കുകൊള്ളുവാൻ യോഗ്യരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? യേശുവെ പോലെ നമുക്ക് എന്ത് ചെയ്യണം? ജീവിക്കാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എങ്ങനെ ജീവിക്കണമെന്ന് പറയുവാൻ നമുക്കൊരു മാതൃകയാണ് എൻ്റെ യേശുപ്പൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിനെ ദൈവപുത്രനായി ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തിയ സമയം എന്തൊക്കെയാണ് യേശു കർത്താവ് അനുകരിച്ച മാതൃക? നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരെ ഒരു ദൈവപുത്രന്റെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ഒരു ദൈവപുത്രൻ ഭൂമി ജീവിക്കും നാം എങ്ങനെയായിരിക്കണം? വായിച്ചു നോക്കിയേ. 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം. ഇവിടെ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ കീഴിൽ സ്നാനപ്പെടുവാൻ വേണ്ടി ദൈവം അവിടെ എന്ത് ചെയ്യാണ്? അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ സമ്മതിക്കാം,
സകല നീതി എന്ത് ചെയ്യണം? ഇവിടെ നിവർത്തീകരിക്കപ്പെടണം. ഒന്ന്, ജീവിതത്തിൽ നീതിയുള്ളവരായി ജീവിക്കണം. അതിനെന്താ പാസ്റ്റർ ഇതുമായിട്ട് ബന്ധം ഉണ്ടാവണം? വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മൾ എഫെസ്യ ലേഖനം നമ്മൾ ദൈവത്തെ ഒരു ആഴമായി നമ്മൾ അനേകം ദിവസങ്ങൾ പഠിച്ചൊരു ഭാഗമാണ്. എങ്കിലും ഇതിനോട് ചേർന്ന് നമുക്കൊരു വാക്യം എഫെസ്യ ലേഖനം 6-14 വാക്യം നമ്മൾ എടുത്തു വയ്ക്കാം. ഇവിടെ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനോട് പറയുന്ന ഒരു കാര്യം, സകല നീതിയും ഇങ്ങനെ എന്ത് ചെയ്യണം? ഇങ്ങനെ വെളിപ്പെടണം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിന്റെ മുൻപിൽ ഒരു സാഹചര്യം വന്നപ്പോൾ താഴ്മപ്പെടേണ്ട ഭാഗങ്ങളിൽ താഴ്മപ്പെട്ട്, എളിമപ്പെടേണ്ട ഭാഗങ്ങളിൽ എളിമപ്പെട്ട്, ഒരു ദൈവപുത്രനാണെന്നുള്ള ലെവലിൽ നിൽക്കാതെ സാധാരണ രീതിയിൽ വന്ന് നീതി നിവർത്തീകരിക്കപ്പെട്ട യേശുവിനെ പോലെ നമ്മളായി തീരണം. ജീവിതത്തിൽ എന്ത് ചെയ്യണം? നീതി വേണം. വായിച്ചു നോക്കിയ എഫെസ്യ 6-14 വാക്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും. ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം. പിശാചിനെ നമ്മൾ പലപ്പോഴും ഓട്ടിക്കുന്ന കണ്ട് നമ്മളെ അപ്പന്മാരും അപ്പുപ്പന്മാരും ദൈവദാസന്മാർ പൂർവ്വപിതാക്കന്മാരാണ്. നമുക്കറിയാം, പണ്ടുള്ള കാലഘട്ടത്തിൽ ഒരു ദൈവദാസൻ ഒരു ഭവനത്തിനകത്ത് വരുമ്പോൾ ദൈവഹിതമില്ലാത്ത ഏത് വ്യക്തിയും ഒന്ന് ഭയക്കും. ഇന്ന് ആ ഭയം നഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നു, ദേവാലയങ്ങൾ ആ ഭയം യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസന്റെ ഇവിടെ ജോൺസ് പാസ്റ്ററുടേതായ പിതാവിനെ പറ്റി ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അനേകം ഭൂതങ്ങളൊക്കെ അവരുടെ മുമ്പിൽ പച്ചയ്ക്ക് അലറിപ്പോകുന്ന എത്രയോ സാഹചര്യങ്ങൾ, ഭയവശനായി നിൽക്കാതെ ധൈര്യത്തോടെ നിൽക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഞാൻ കേൾക്കുവാൻ. ഇതുപോലെ നമ്മുടെ സാഹചര്യം നമുക്കറിയാം. നമ്മുടെ പിതാക്കന്മാർ, ദൈവദാസന്മാർ ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ച് സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ, പിശാചിനെ ഓടിക്കുവാൻ Praise the Lord. Hallelujah. Sound ആണോ? Praise the Lord. Hallelujah. സ്തോത്രം, സ്തോത്രം. Okay. It's okay. Okay, no worry. Praise the Lord. Okay. Praise the Lord. Hallelujah. Okay. Praise the Lord. Hallelujah. Okay. ഇപ്പോൾ ഓക്കെയാണോ? സൗണ്ട് ഓക്കെയാണോ? ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നതായ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു വന്ന ഭാഗം ഒന്ന്, ദൈവപുത്രന്മാരായി ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു കർത്താവാണ് നമ്മുടെ മാതൃക. അങ്ങനെയാണെങ്കിൽ ഈ മാതൃക എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. യേശു കർത്താവ് പ്രാരംഭമായി പറഞ്ഞ സകല നീതി എന്ത് ചെയ്യാണ്? വെളിപ്പെടുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഇവിടെ പറയുന്ന ഭാഗം നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ സ്തോത്രം പൈശാചികമായ മണ്ഡലങ്ങളെ പൊരുതി വിജയിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഓക്കെ സാത്താന്യമായ പ്രവർത്തനങ്ങളെ ദൈവവചനമെല്ലാം ദൈവവചനത്തിലേക്ക് വരാൻ കുഴപ്പമില്ല. അത് ഇവിടെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിട്ട് നോ വറി. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ദൈവവചനത്തിൽ ആഴമായി പറയുന്ന പൈശാചികമായ മണ്ഡലങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം നമ്മൾ എങ്ങനെ വിജയിക്കണമെന്ന് വേദപുസ്തകത്തിൽ അനേകം കാര്യങ്ങൾ പറയുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവദാസന്മാർക്ക് മാത്രമാണ് പിശാചിനോട് എതിർപ്പെട്ട് നിൽക്കുവാൻ കഴിയുന്നെന്നുള്ള ചിന്ത നമ്മൾ പണ്ടേ മുതൽ പഠിച്ചു വന്നതാണ്. എന്നാൽ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ വ്യക്തമായി പറയുന്നു, അത് മാത്രമല്ല, ദൈവമക്കളായി നമുക്ക് ഓരോരുത്തർക്കും ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതിന് കാരണം തന്നെ ദൈവപുത്രന്മാരായിട്ടാണ്.
അതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പിശാചിനോട് എതിർപ്പെട്ട് നിൽക്കുവാൻ വേണ്ടി സർവായുധ വർഗം എടുക്കുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ഭാഗം സത്യം എന്ത് ചെയ്യണം? അരയ്ക്ക് കെട്ടിയും. അടുത്ത വാക്യം, നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. അതിവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യം, ദൈവത്തിന്റെ ജനം തിരിച്ചറിയേണ്ട ഒരു കാര്യം, പൈശാചികമായ മണ്ഡലത്തോട് എതിർപ്പെട്ട് നിൽക്കുവാൻ നീതി എന്ന കവചം ധരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ജീവിതത്തിൽ നീതി നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, പിശാചിന്റെ അമ്പുകൾ എന്ത് ചെയ്യും? നമ്മളിൽ പതിക്കുവാനിടയായി തീരും. നീതി എന്ന കവചത്തിന്റെ അർത്ഥം എന്താണെന്നറിയാം? യുദ്ധകളത്തിൽ പൈശാചികന്റെ മണ്ഡലങ്ങൾ, പൈശാചികന്റെ അമ്പുകൾ ശരീരത്തിൽ അടിക്കാതിരിക്കാൻ തക്കവണ്ണം ശരീരത്തെ കവർ ചെയ്യുന്ന ഒരു ഭാഗമാണ് കവചം എന്ന് പറയുന്നത്. ഈ കവചം എന്ത് ചെയ്യണം? ധരിച്ചാൽ മാത്രമേ ശത്രുവിന്റെ അമ്പുകൾ ജീവിതത്തിൽ അത് അല്ലെങ്കിൽ സ്തോത്രം അത് എയ്യുമ്പോൾ അതൊരിക്കലും തകരപ്പെടാതിരിക്കണമെങ്കിൽ, ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അങ്ങനൊരു കവചം ധരിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ കവചം ധരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നു നീതി എന്ന കവചം ധരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവപുത്രന്മാർ നീതിയോടെ ജീവിക്കുന്നവരായി തീരണം. നീതിയോടെ ജീവിക്കുവാൻ കഴിയാത്തൊരു അനുഭവമാണെങ്കിൽ ഓർക്കണം, ജീവിതത്തിൽ ദൈവത്തിന് നമ്മോട് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇവിടെ യേശു കർത്താവ് പ്രാരംഭത്തിൽ ഇങ്ങനെ എല്ലാ നീതിയും എന്ത് ചെയ്യാണ്? പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പൊ ജീവിതത്തിനകത്ത് നീതി ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ജോലികളിൽ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ നീതിയോടെ നമ്മൾ ജീവിക്കാൻ നാം എന്ത് ചെയ്യണം? തയ്യാറാകണം. അടുത്ത ഭാഗത്തിൽ വെക്കുകയാണ് യേശു കർത്താവിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ദൈവപുത്രനായ യേശു കർത്താവിന്റെ പ്രത്യേകത 3-ാമത്തെ 16-ാമത്തെ വാക്യം. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവിടെ രണ്ടാമത്തെ ഒരു ദൈവപുത്രന്റെ ഭാഗം എന്ന് പറയുന്നത്, അവർ ദൈവത്താൽ പരസ്യമായി സ്നാനപ്പെട്ടവരായിരിക്കണം. സ്നാനം എന്ന് പറയുന്ന അർത്ഥം എന്നറിയാമോ? മുക്കുക. അത് പറഞ്ഞാൽ ഗ്രീക്ക് പദത്തിൽ ബാപ്റ്റിസോ എന്ന പദമാണ് ഉപയോഗിച്ചത്. ബാപ്റ്റിസോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെള്ളത്തുണി അല്ലെങ്കിൽ ഏതെങ്കിലും കളറായിട്ടുള്ളൊരു തുണി ഒരു ചായം മുക്കാൻ വേണ്ടി, ബാപ്റ്റിസോയുടെ അർത്ഥമാണ് ഒരു ചായം മുക്കാൻ വേണ്ടി, വേറൊരു കളർ വരാൻ വേണ്ടി ഒരു ബക്കറ്റിനകത്ത് ചായം വച്ച് അതിനകത്ത് ഡിപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് ബാപ്റ്റിസോ എന്ന പദത്തിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ തുണിയെ അകത്ത് ഇടുന്നത് വരെയുള്ള ഒരു കളറല്ല, പുറത്തു വരുമ്പോൾ വേറൊരു കളറായി തീരുവാനിടയായി തീരും. നമുക്കറിയാം, നമ്മുടെ ഫ്ലാഗുകൾ അറിയാം. ഫ്ലാഗുകൾ സാധാരണ ഒരു തുണി ആയിരിക്കാം, പക്ഷേ ആ തുണിക്കകത്തൊരു ഫ്ലാഗ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു കൺട്രിയുടെ, ഒരു രാജ്യത്തിന്റെ ഒരു ഫ്ലാഗ് ആണെങ്കിൽ ഓർക്കണം, ചുമ്മാ നമുക്ക് അതിനെ വലിച്ചു കയറാൻ പറ്റത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? അതിൻ്റെ ഉടമസ്ഥൻ, അവകാശം എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മുടെ തുണിയാണെങ്കിൽ തന്നെയും അതിൻ്റെ ചായം മുക്കുമ്പോൾ വേറൊരുലാകുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഫ്ലാഗിന്റെ ഉത്തരവാദി ഏത് കൺട്രിയാണോ, ഏത് രാജ്യമാണോ, അവരായിരിക്കും അതിന്റെ ഉത്തരവാദി എന്ന് പറയും. ഇതുപോലെ ഡിപ്പ് ചെയ്യപ്പെടുക, വെള്ളത്തിനകത്ത് ഡിപ്പ് ചെയ്യപ്പെടുക എന്ന പദമാണ് ബാപ്റ്റിസോ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു ഭാഗം, ദൈവപുത്രന്മാർ ദൈവത്താൽ സ്നാനമെടുക്കുവാൻ തയ്യാറായിരിക്കണം. സ്നാനപ്പെടുവാൻ അവസരമുണ്ടായിട്ട്, അവസരം ഒത്തിരി നൽകുമ്പോൾ അതിനനുസരിച്ച് നാം ദൈവസന്നിധിയിൽ മുൻപോട്ട് തീരുമാനത്തോടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അടുത്ത് 3-ാമത്തെ ഭാഗം, അതിന്റെ 3-ാമത്തെ 16-ാം വാക്യം. അടുത്ത വാക്യം വായിച്ചേ. 16-ാമത്തെ വാക്യം, അടുത്ത വാക്യം. ഉടനെ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. അടുത്ത ഭാഗ്യം പറയുന്ന ഒരു കാര്യം, ദൈവപുത്രന്മാരുടെ ഒരു പ്രത്യേകതയാണ്, ദൈവപുത്രന്മാർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവസന്നിധി മുൻപോട്ട് വരുമ്പോൾ യേശു കർത്താവിനോട് നടന്നൊരു കാര്യം, സ്വർഗം അവന് വേണ്ടി തുറക്കുവാനിടയായി തീർന്നു. ആർ തുറന്നു? സ്വർഗത്തിലെ ദൈവം, സ്വർഗസ്ഥനായ ദൈവം, സ്വർഗം യേശു കർത്താവിന്റെ മുൻപിൽ അവിടെ തുറക്കപ്പെടുവാനാണ്. ദൈവപുത്രന്മാരുടെ പ്രത്യേകത ഇത് തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത്
പലരും അടയ്ക്കപ്പെടുന്ന പല ഭാഗങ്ങളുണ്ടായിരിക്കാം. നമ്മുടെ മുമ്പിൽ അപ്രതീക്ഷിതമായ പല അടവുകളും സംഭവിക്കാം. അപ്രതീക്ഷിതമായിട്ട് പല വിധത്തിലുള്ള ഡോറുകൾ അടയപ്പെടാം. നമ്മൾ വിചാരിക്കുന്ന ഡോറുകൾ ഒരു പക്ഷേ അടയപ്പെടുന്ന അനുഭവം ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരാം. പക്ഷേ ഒരു ദൈവപുത്രനാണോ നിങ്ങൾക്ക് വേണ്ടി സദാസമയം തുറക്കുവാൻ ഒരു സ്വർഗം തയ്യാറാണ്. പ്രിയ, എത്ര പേർക്ക് പറയും, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ദൈവത്തോട് നിലവിളിച്ചാൽ, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് പൂർണ്ണമായി ദൈവത്തിന് തിരിഞ്ഞു വന്നാൽ, കർത്താവേ, എനിക്ക് വേണ്ടി തുറക്കുവാൻ ഒരു സ്വർഗമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തുടർന്നുള്ളായ ഭാഗങ്ങൾ, തുടർന്നുള്ളായ നിമിഷങ്ങൾ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാനുണ്ടല്ലോ. പിന്നത്തേതിൽ നമ്മൾ നിശ്ചയമായിട്ട് നമുക്ക് കേൾക്കാം. ഇത്രയും കേട്ടതായ വേദഭാഗങ്ങളെ മനസ്സിലെടുത്തുകൊണ്ട് അല്പനിമിഷം നമ്മുടെ കണ്ണുകൾ മൂടാം. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകളും മൂടിയായിട്ട് അല്പനിമിഷം. ഇന്ന് പകൽക്കാലം നാം കേട്ടതായ വേദഭാഗം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒരു ദൈവപുത്രനായി, ദൈവവചനം പറയുന്നു, സൃഷ്ടികളെല്ലാം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ ദൈവപുത്രന്മാരായി ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവപുത്രന്മാരായി പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിലോ നമ്മുടെ മരണശേഷമോ അല്ല. ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ, കർത്താവേ, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ഈ ലോക സൃഷ്ടികളെല്ലാം കാത്തിരിക്കുകയാണ്. ഈ ദേശം കാത്തിരിക്കുന്നുണ്ട്. ദേശത്തിൻ്റെ വിടുതനായി, കുടുംബങ്ങളുടെ വിടുതനായി, ആ രാജ്യങ്ങളുടെ വിടുതനായി ചില ദൈവപുത്രന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ സൃഷ്ടിപ്പുകളെല്ലാം കാത്തിരിക്കുമ്പോൾ ഒരു ദൈവപുത്രൻ്റെ ജീവിതത്തിൽ വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകണ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു ദൈവപുത്രനായി വെളിപ്പെടുവാൻ സ്വർഗ്ഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പലവിധമാകുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവം ഉണ്ടായിരിക്കാം. ജീവിതത്തിൽ പലവിധമാകുന്ന സംഘർഷങ്ങളിലൂടെ നീങ്ങുന്ന അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇന്നും സന്നദ്ധനായ ദൈവമാണ്. പ്രിയ ദൈവദാസൻ പറഞ്ഞ വചനങ്ങളൊന്നുകൂടെ നമുക്ക് ഓർക്കാം. നമ്മുടെ ദൈവം സമീപസ്ഥനായി വരുന്ന ദൈവമാണ്. നമ്മുടെ സകല ജീവിത സാഹചര്യങ്ങളിലും നമ്മോടുകൂടി അടുത്തു വരുവാൻ സന്നദ്ധതയുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ സ്വയമായി കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ നാം ഒന്നായിത്തീരും ദൈവം ആഗ്രഹിക്കുന്നു. പൂർണ്ണ വിശുദ്ധിയോടെ, പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ, കർത്താവെ, ഒരു ദൈവപുത്രനായി തീരുവാൻ ഞാനും എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ജീവിതത്തിൽ ഒരു പക്ഷേ പലരും നമ്മെപ്പറ്റി പലരും പറഞ്ഞേക്കാം. ജീവിതത്തിൻ്റെ പല മേഖലകൾ തകർന്നുപോയ, ഒതുങ്ങിപ്പോയ പല മേഖലകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു ഒരു ദൈവപുത്രനായി കർത്താവ് നമ്മെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളിലും, കർത്താവെ, നിന്റെ മകനായി ഞാൻ വെളിപ്പെടുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ ആരാധിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ഇടയാകും. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കൃപയിലാശ്രയം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധാനം സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ സകല നന്മകൾക്കായി സ്തോത്രം. കർത്താവ് ഒരു ഏദേൻ തോട്ടത്തിനകത്ത് ദൈവത്തിൻ്റെ പുത്രൻ ഉള്ളതുപോലെ തന്നെ കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം തേജസ്സേറിയതായ ദൈവത്തിൻ്റെ അനുസരണമുള്ളതായ വ്യക്തിത്വങ്ങളായി തീരും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവെ, ഞങ്ങളെയും അതിനായി നയിച്ച കൃപയ്ക്കായി സ്തോത്രം. തികഞ്ഞ ദൈവപുത്രന്മാരായി, അപ്പാ, ഞങ്ങളുടെ വെളിപ്പാടിനായി, ഞങ്ങളുടേതായ ദൈവപുത്രന്മാരായി പുറത്തു വരുവാൻ ലോക സൃഷ്ടികൾ കാത്തിരിക്കുന്നെന്ന് പറഞ്ഞുവെങ്കിൽ, കർത്താവെ, ഈ ദേശം ഞങ്ങൾക്കായി ഉറ്റുകൊണ്ടുന്ന കർത്താവെ, അവരവരായിരിക്കുന്ന ദേശങ്ങളിൽ വിശ്വസ്തയോടെ പാർത്തുകൊണ്ട് ദൈവമക്കളായി പുറത്തു വരുവാൻ സ്വർഗം സഹായിച്ചവയ്ക്കായി സ്തോത്രം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകളിടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന നമുക്ക് കേട്ടുകൊണ്ടിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അല്ലെങ്കിൽ അല്പനിമിഷം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന കേട്ടുകൊണ്ടിരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഹല്ലേലൂയ. ഈ വായിച്ച വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. 19-ാമത്തെ വാക്യമാണ് വായിച്ചത്. അതിൽ 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു.